ബൽറാം ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീ വി ടി ബൽറാം, എന്തായാലും ആശ്വാസകരമായ കാര്യം, കുറേ നേരം നമ്മളൊക്കെ മുൾമുനയിൽ നിന്നെങ്കിലും കിട്ടിയിരിക്കുന്നു ഗോവിന്ദചാമി. അത് തന്നെ വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ്. അപ്പോഴും അവിടെ ജയിൽ വകുപ്പിന് സംഭവിച്ചിട്ടുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ സംഭവിച്ചിരിക്കുന്ന ഗുരുതര വീഴ്ചയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? തീർച്ചയായിട്ടും ആ ഗോവിന്ദചാമിയെ പിടിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് കടന്നു വന്ന നാട്ടുകാരെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം നാട്ടുകാരുടെ മുൻകൈയിലാണല്ലോ അയാളെ പിടികൂടാൻ പറ്റിയത്. പോലീസ് അപ്പോഴും അതിന് ശേഷം ഓടിയെത്തിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ്. നമ്മൾ ഇങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്രിമിനലാണ് ഈ ഗോവിന്ദചാമി. അയാളെ പാർപ്പിച്ചിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഏറ്റവും സുരക്ഷയുള്ള അതീവ സുരക്ഷാ ബ്ലോക്കിലാണ്. അപ്പൊ അവിടെ നിന്ന് അതിലെ കമ്പിയൊക്കെ വളച്ച് അയാൾ രക്ഷപ്പെടുന്നു. അതിനുശേഷം 7-8 മീറ്റർ ഹൈറ്റുള്ള മതിൽ ചാടിക്കിടക്കുന്നു, സാരിയൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൽ അയാളെ പോലുള്ള ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് മുഴുവൻ ആളുകൾക്ക് അറിയാം. കാരണം നമുക്കറിയാം അയാൾ ഭിന്നശേഷിക്കാരനാണ്, ഒരു കൈയില്ലാത്ത ആളാണ്, മറ്റ് ശാരീരികമായിട്ടും അത്രയധികം പറ്റുന്ന ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു, ആരുടെയൊക്കെ സഹായം ആൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന വേണം. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു സുരക്ഷാ പരിശോധന അത് അനിവാര്യമാണ്. കാരണം കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് ഇത് ആദ്യത്തെ വിഷയമല്ലല്ലോ. ജയിലിലിരുന്ന് തന്നെ ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളായാലും ശരി, മറ്റ് അത്തരത്തിലുള്ള കേരളം ശ്രദ്ധിക്കപ്പെട്ട വളരെ ഗൗരവതരമായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികളായാലും ശരി, അവർ ജയിലിനകത്തിരുന്ന് അവരുടേതായിട്ടുള്ള ഒരു മാഫിയ സാമ്രാജ്യം ഓപ്പറേറ്റ് ചെയ്യുന്നു. പുറത്തുള്ള മാലമൊട്ടിക്കലും അതുപോലെ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ ജയിലിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഒട്ടും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. CPM-ന്റെ ഒരു ഉരുക്കുകോട്ടയാണ്. CPM-ന്റെ നേതാവ് ജയരാജൻ അടക്കമുള്ള ആളുകളാണ് ജയിൽ ഉപദേശക സമിതി അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല. ഏതായാലും ഗോവിന്ദചാമിയെ പോലെ ഇത്രയധികം നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ക്രിമിനലെ പോലും ജയിൽ ചാടാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെയും ജയിൽ വകുപ്പിന്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു വീഴ്ച തന്നെയാണ്. ഇതിനെങ്കിലും ആഭ്യന്തര വകുപ്പ് മന്ത്രി മറുപടി പറയുമെന്നാണ് നമുക്ക് നോക്കാം. കാരണം മറ്റൊരു കാര്യത്തിൽ അദ്ദേഹം മറുപടി പറയാറില്ലല്ലോ. നിങ്ങൾ മാധ്യമപ്രവർത്തകരൊക്കെ ചോദിക്കുമ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിന്റെ മറുപടി അർഹിക്കുന്ന ഒരു വിഷയത്തിലും അദ്ദേഹം മറുപടി പറയാറില്ല. പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ വകുപ്പ് കൂടി ആയതുകൊണ്ട് അദ്ദേഹം ഇതിനെങ്കിലും മറുപടി പറയുമെന്ന് നോക്കാം എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. തീർച്ചയായും ഈ വിഷയം ഏത് തരത്തിൽ ഏറ്റെടുക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആലോചനകൾ ഉണ്ടോ? അല്ല, ഇത് നമ്മുടെ ജയിലിനകത്തെ സുരക്ഷാ വീഴ്ചകൾ അത് ഗുരുതരമാണ്. അതൊരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ആ നിലയിൽ രാഷ്ട്രീയപ്രേരിതമായിട്ട് എടുക്കുന്ന ഒരു വിഷയമായിട്ട് ആരും കാണേണ്ടതായിട്ടില്ല. അതീവ ഗുരുതരമായിട്ടൊരു വിഷയമാണ്. ഗോവിന്ദചാമിയെ പോലുള്ള ഒരു ക്രിമിനലിനെ പോലും രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റ് എന്തെല്ലാം അതിനകത്ത് നടക്കും എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള സംശയം ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മുടെ പൗരന്റെ ജീവനും സ്വത്തിനും വലിയ ഭീഷണിയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അത് കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിൽ ഇപ്പൊ കേരളത്തെ സമീപകാലത്തൊക്കെ ഉണ്ടാവുന്നത് ആരുടെ മേലും റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യപ്പെടുന്നില്ല. ആർക്കും ഒന്നിലൊരു ഉത്തരവാദിത്തമില്ല. എല്ലാവരും എന്തെങ്കിലും ന്യായീകരണ ക്യാപ്സ്യൂളുകൾ വിതറിക്കൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറുന്നു. അത് ആരോഗ്യവകുപ്പായാലും ശരി, വിദ്യാഭ്യാസ വകുപ്പായാലും ശരി, അതിലൊക്കെ ഓരോ മറ്റുള്ള ആളുകളെ കുറ്റം പറയുക, എന്നിട്ട് ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് ഭരണാധികാരി എന്ന് കാണുന്നത്. ഇതിലെങ്കിലും അത്തരത്തിൽ വ്യത്യസ്തമായിട്ട് സമീപനം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നന്ദി ശ്രീ വി ടി ബൽറാം, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.